പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ ഇടവക പള്ളികളിൽ ഇടവക തിരുനാൾ നടത്തുന്ന കാലഘട്ടങ്ങളാണ് അല്ലേ? എല്ലാവരും വലിയ സന്തോഷത്തിൻ്റെയും വലിയ ആനന്ദത്തിൻ്റെയും നിറവിലേക്ക് വരുന്ന ഒരു പ്രത്യേക സമയമാണ്. ഈ ഇടവക തിരുനാളിൻ്റെ സമയത്ത് ബന്ധുമിത്രാദികളൊക്കെ വരുന്നു. കെട്ടിച്ചുവിട്ട ആൾക്കാരൊക്കെ അവരുടേതായിട്ടുള്ള ഇടവകളിലേക്ക് വരുന്നു, അവരുടെ ഭവനങ്ങളിലേക്ക് വരുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, പള്ളിയിൽ പോകുന്നു, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു, പ്രദക്ഷിണം, അതുപോലെ തന്നെ വലിയ കലാപരിപാടികൾ, അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന വലിയ ആഘോഷങ്ങളുടെ ഒരു നിറവാണ് ഇന്ന് നമ്മുടെ ഇടവക തിരുനാൾ. വികാരിയച്ചന്മാർക്കും ഇടവക ജനത്തിനെല്ലാം വലിയ സന്തോഷത്തിൻ്റെ വലിയ ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിലിരിക്കുന്ന ഒരു ദൈവം ഇതിലത്ര സന്തോഷവാനാണെന്ന് ഞാൻ കരുതുന്നില്ല. ദൈവം ഒരിക്കലും നമ്മുടെ ഇടവക തിരുനാളുകൾക്കെതിരായിരിക്കുകയില്ല. ഇടവക വിശുദ്ധന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ദൈവം എതിരായിട്ട് നിൽക്കാൻ സാധ്യതയുള്ളത് നമ്മൾ ഇടവക തിരുനാളുകൾ നടത്തുന്ന രീതി കാണുമ്പോഴാണ്. അത് ദൈവത്തിന് അത്ര സന്തോഷം നൽകുന്നതായിരിക്കുകയില്ല. എന്താണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? നമ്മുടെയൊക്കെ ഇടവകളിൽ ഇടവക തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ എന്തോ ഒരു പണമാണ് നമ്മൾ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്നതെന്ന് അറിയാമോ? ഒരിടവകയുടെ സമ്പത്ത് എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പക്ഷേ അനാവശ്യമായിട്ട് ഈ സമ്പത്ത് ചെലവഴിക്കുമ്പോഴാണ് ദൈവം ഈ ആരാധന രീതികൾക്ക് അല്ലെങ്കിൽ ഈ ആഘോഷ രീതികൾക്ക് എതിരായിട്ട് നിൽക്കുന്നത്. ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ ഒരു പള്ളിയിലെ ഇടവക തിരുനാളിന് പോയി. ഒത്തിരി ഇടവകക്കാരുള്ളൊരു പള്ളിയാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളി. ഞാൻ ഇടവകയെക്കുറിച്ച് പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവിടെയുള്ള ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ മുറിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ദിവസം ഞാൻ ആ ഇടവകയിൽ തിരുനാളിന് പോയി. അപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഞാനിങ്ങനെ സംസാരിച്ചു. ഈ ഇടവക തിരുനാൾ എങ്ങനെയാണ്, ഈ ആഘോഷങ്ങൾ എങ്ങനെയാണ്, ഈ ആഘോഷങ്ങൾ എത്ര ദിവസം വരെ നീണ്ടു നിൽക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ഇടവകയിലെ ഒരു മനുഷ്യനോട് ഇങ്ങനെ സംസാരിച്ചു. ആ ഇടവകയിലുള്ള മനുഷ്യനാണത്, ആ ഇടവകയിലെ ഒരു കുടുംബാംഗമാണ്. ആ ചേട്ടൻ പറയായിരുന്നു, ഈ ആഘോഷങ്ങൾ ഏകദേശം 10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. 10 ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ആഘോഷങ്ങളാണ്. എല്ലാ ദിവസവും കുർബാനയും നൊവേനുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും കരിമരുന്ന് പ്രയോഗം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ ചേട്ടൻ എന്നോട് പറയാണ്, ഒരു ദിവസം കരിമരുന്ന് പ്രയോഗത്തിന് വേണ്ടിയിട്ട് ഓരോ ഗ്രൂപ്പ്, ഇടവകയിലുള്ള ഓരോ ഗ്രൂപ്പ് ചെലവഴിക്കുന്നത് ഏകദേശം 5 ലക്ഷം രൂപയോളാണ്. അപ്പോൾ 10 ദിവസം ഈ കരിമരുന്ന് പ്രയോഗത്തിന് വേണ്ടിയിട്ട് മാത്രം ചെലവഴിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ കരിമരുന്ന് പ്രയോഗം കാണാനായിട്ട് പോയി. ഞാൻ ഈ കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിന് കുറച്ച് മാറിയാണ് നിന്നത്, കുറച്ച് ദൂരോട്ട് മാറിയിട്ട് നിന്ന്. അപ്പോൾ ഇത് കണ്ട് അനുഭവിച്ച ശേഷം എനിക്ക് മനസ്സിലായി, 2 വിധത്തിലാണ് ഈ കരിമരുന്ന് പ്രയോഗം മനുഷ്യരുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. ഒന്ന്, അതിൻ്റെ പുക ശ്വാസകോശങ്ങളെ ബാധിക്കും. കാരണം ഈ കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞ ശേഷം മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്ത വിധത്തിൽ പോലും ഭയങ്കര പുകപടലങ്ങളായിരുന്നു. രണ്ടാമതായിട്ട് ഇത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശബ്ദം. ഇത്രയും വലിയ ശബ്ദങ്ങളൊന്നും നമ്മുടെ ചെവിയിലേക്ക് പോകാൻ പാടില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയാറ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ, 2 വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത് മനുഷ്യന് സൃഷ്ടിക്കുന്നത്. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇത്രയും പണം ചെലവഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അനേകം ആവശ്യമില്ലാത്ത ഒരു ഇടവകയുടെ ആത്മീയതയ്ക്ക് ചേർന്ന വിധത്തിലല്ലാത്ത അനേകം ആഘോഷങ്ങൾ ഇന്ന് ഇടവക തിരുനാളുകളിലുണ്ട്. ഈ 50 ലക്ഷം രൂപ കരിമരുന്നിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ച ഇതേ ഇടവകയിൽ ഒരു വീട്ടിൽ ഞാൻ പോകാനായിട്ട് ഇട വന്നു. അതൊരു വീടാണെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ളൊരു വീടായിരുന്നു അത്. ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെന്നു. വീട്ടിലോട്ട് കയറി ചെന്നപ്പോൾ ഒരു പ്രായമായ അമ്മച്ചി മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി, ഈ അമ്മച്ചി ഒത്തിരി ദാരിദ്ര്യത്തിലാണ്, ഒത്തിരി കഷ്ടതയിലാണ് ജീവിക്കുന്നത്. ഒരു നല്ലൊരു വീടില്ല. വീട് കണ്ടാൽ അറിയാം, പുറമോടി നിന്ന് നോക്കിയാൽ മാത്രം നമുക്ക് മനസ്സിലാവും ഈ വീട്ടിലെ അവസ്ഥ എന്താണെന്ന്. ആവശ്യത്തിന് മരുന്ന് മേടിക്കാനുള്ള പൈസ ഈ അമ്മച്ചിക്ക് ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ അമ്മച്ചി ഒന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും നല്ലൊരു ഡ്രസ്സ് പോലും ധരിക്കാനുള്ള ഒരു കഴിവില്ലാത്ത അമ്മച്ചിയാണ്. അതിനുശേഷം ഞാൻ അടുക്കളയിലോട്ട് കയറിപ്പോയി. അടുക്കളയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പം മൂടി വെച്ചിരിക്കുന്ന ഒരു കലം ഞാൻ കണ്ടു. അത് തുറന്നു നോക്കിയപ്പം അതിനകത്ത് കുറച്ച് ചോറ് മാത്രമുണ്ട്. ഇപ്പം ചോറ് അവിടെ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ അവിടെ കറിയും കൂടെ ഉണ്ടാകണമല്ലോ. ഞാൻ ആ അടുക്കള മുഴുവൻ നോക്കി, എന്തെങ്കിലും കറി ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ആ പരിസരത്ത് ഒരു കറിയുടെ ഒരു അംശം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അടുക്കളയിൽ പോയി ഇതെല്ലാം കണ്ട ശേഷം പിന്നെ ഈ അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എൻ്റെ പോക്കറ്റിൽ ഞാൻ കൈയിട്ട് നോക്കിയപ്പോൾ എൻ്റെ പേഴ്സ് എടുക്കാനും ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ കപ്പ്യാരി മോനോട് പറഞ്ഞു, നമുക്ക് എങ്ങനെയും കുറച്ച് പൈസ ഈ അമ്മച്ചിക്ക് എത്തിക്കണം. അങ്ങനെ ഞാനത് ഓക്കെ ആക്കി. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഇത്രയും വലിയൊരു ഇടവകയിൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു, ഇതൊക്കെ നമ്മളെങ്ങനെ കാണാതെ പോകുന്നു. അപ്പം ഇത് ഒരിടവകയുടെ മാത്രം കാര്യമായിരിക്കില്ല. അനേകം ഇടവകളിൽ പെരുന്നാളുകൾ പൊടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഇതുപോലെയുള്ള കുടുംബങ്ങൾ ധാരാളം ഇടവകളിൽ ഉണ്ടാവുമായിരിക്കും.
തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ നമ്മുടെ ഇടവകളിൽ നമ്മൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെ ആയിരിക്കും ദൈവം വിധിക്കാനായിട്ട് വരുന്നത്. ഓർക്കണം, ഇടവക തിരുനാളിൻ്റെ സമയത്ത് ഒരു ദിവസം 5 ലക്ഷം രൂപയോളം കരിമരുന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇടവകയിലുള്ള ഒരു അമ്മച്ചിയുടെ ജീവിത അവസ്ഥയാണിത്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ ഇടവക തിരുനാളുകൾ ആഘോഷിക്കുന്ന രീതി ഒരുപക്ഷെ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കുകയില്ല. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ, എന്തുപകാരമാണ് ഈ കരിമരുന്ന് പ്രയോഗം കൊണ്ട് ഇടവക ജനത്തിന് കിട്ടുന്നത്? ശരീരത്തിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളയാം. ഇനി ആത്മാവിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അതുമില്ല. കാരണം ഇതുകൊണ്ടൊരു അഭിഷേകമൊന്നും ജനത്തിന് കിട്ടുന്നില്ല. ഇനി ഇടവകളുടെ ചുറ്റുപാടിലേക്ക് നോക്കുവാണെങ്കിൽ ക്രൈസ്തവർ മാത്രമല്ലല്ലോ താമസിക്കുന്നത്, കത്തോലിക്കർ മാത്രമല്ലല്ലോ താമസിക്കുന്നത്, ക്രൈസ്തവരായിട്ടുള്ള എത്രയോ സഹോദരങ്ങളുണ്ട്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അവർ നമ്മൾ ഒത്തിരി സഹിക്കുന്നുണ്ടാകിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഉപകാരമില്ലാത്തതാണ്. ഇതുപോലെ തീർച്ചയായിട്ടും ഉപകാരമില്ലാത്ത ഒത്തിരി ആഘോഷങ്ങളുണ്ട്. ഒരു ഇടവക തിരുനാളിൻ്റെ ആത്മീയ അഭിഷേക സന്തോഷത്തിന് യോജിക്കുന്ന വിധത്തിൽ ഇടവക തിരുനാൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇടവകളിലെ അനേകം മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റും, നല്ല ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റും, നല്ലൊരു വിവാഹം നടത്തി കൊടുക്കാൻ പറ്റും. ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം, നമ്മുടെ ഇടവകൾ ഇന്ന് ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം കുടുംബങ്ങളാണ്. കുടുംബങ്ങൾ ഇല്ലെങ്കിൽ ഇടവകളില്ല, കുടുംബങ്ങൾ ഇല്ലെങ്കിൽ സഭയില്ല. കുടുംബങ്ങളാണ് സഭയുടെ, ഇടവകയുടെ നെടുന്തൂണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി ഇറങ്ങി ചെല്ലുന്നതല്ലേ നമ്മുടെ ഭാവി സഭയുടെ നിലനിൽപ്പിന് അത്യാവശ്യമായിട്ടുള്ളത്? അതെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ഇടവകയായിരുന്നാലും ആ ഇടവകയിൽ ഒരു വ്യക്തി വലിയ ദുരിതത്തിലാണ് കഴിയുന്നതെങ്കിൽ ആ ദുരിതം കാണാനുള്ള ഒരു മനസ്സ് ആ ഇടവക ജനങ്ങൾക്കോ ആ ഇടവക വികാരിക്കോ ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ ദൈവം സന്തോഷവാനായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ, അന്നന്ന് വേണ്ടുന്ന ആഹാരം കഴിക്കാൻ കഴിവില്ലാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ, മരുന്ന് മേടിക്കാൻ കഴിവില്ലാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ ഇടവക തിരുനാളുകൾ ആഘോഷിക്കുന്നതിന് മുമ്പേ ആദ്യം ഇങ്ങനെയുള്ള കുടുംബങ്ങളിലേക്കാണ് ഇടവക ഇറങ്ങിച്ചെല്ലേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇടവക തിരുനാളുകൾ ആഘോഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ അനാവശ്യമായിട്ടുള്ള പണം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പണം ഒരുപക്ഷെ ഈ കുടുംബങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. അവരുടെ പട്ടിണി എടുത്ത് മാറ്റാൻ പറ്റും, അവർക്ക് നല്ലൊരു ഭവനം ലഭിക്കുന്നതിന് കാരണമാവും, അവർക്ക് ആവശ്യത്തിന് മരുന്ന് മേടിക്കാനുള്ളൊരു സഹായമാകും. പ്രിയപ്പെട്ടവരെ, ഓരോ ഇടവകയിലുള്ള ഇടവക വികാരിച്ചന്മാരും കൈക്കാരന്മാരും കമ്മിറ്റിക്കാരും ഇടവകയിലുള്ള ജനങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഈ അധ്യായം വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, നമ്മുടെ ഇടവകളിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നീതി നടപ്പാക്കാതെ ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ആഘോഷങ്ങളെ ദൈവം വിലമതിക്കില്ല, ആ ആഘോഷങ്ങളിൽ ദൈവം സന്തോഷവാനായിരിക്കില്ല, ആ ആഘോഷങ്ങളോട് ദൈവത്തിന് വെറുപ്പായിരിക്കും. ദൈവം ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീതി നടത്തി കൊടുക്കുന്നതും വലിയൊരു ആരാധനയാണ്. അത് ദൈവത്തെ ഒത്തിരി പ്രസാദിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആശയം, ഈ ഒരു ചിന്ത നമ്മുടെ ഇടവകൾക്കൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. നമുക്കൊരു ആശ്വാസിച്ച് പ്രാർത്ഥിക്കാം.